കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഒരു വയസ്സ് തികഞ്ഞു ഇന്നലെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഓർമ്മകൾ എക്കാലവും നമ്മുടെ ഒരു നോവായി തുടരുക തന്നെ ചെയ്യും. ഏതൊരു വിഷമ അവസ്ഥയിലും ആത്മവിശ്വാസവും കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകങ്ങളിൽ ഒന്നാണ് ഇന്ന് മുണ്ടക്കൈ ചൂരൽമല. ഇതാണ് മുഖ്യമന്ത്രിയും മരുമോനും പറയുന്നത്. അതിന് തെളിവായി ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഒരു വർഷം കൊണ്ടും ഒരു മാറ്റവും സംഭവിക്കാത്ത സ്ഥലമാണ് മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത്. അതിന് തെളിവാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ന്യായീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, അവരവരുടെ താല്പര്യപ്രകാരം ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും വാടക വീട് എന്ന് കണക്കുകൂട്ടി മാസം 6000 രൂപ വീതം ഈ ജൂലൈ മാസം വരെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തു. പുനരധിവാസം സ്ഥിരമാക്കുന്നതുവരെ ഈ സഹായം തുടരും. വീട്ടുവാടക ഇനത്തിൽ 2025 മെയ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആകെ ചിലവാക്കിയ തുക 3,98,10,200 രൂപ. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം അനുവദിച്ചു. ഗുരുതരമായ പരിക്കേറ്റവർക്ക് SDRF-ൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ 50,000 രൂപ വീതവും 40 മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപയും 60 മുതൽ 80% വൈകല്യങ്ങൾ ബാധിച്ചവർക്ക് 75,000 രൂപയും മുഖ്യമന്ത്രി അനുവദിച്ചു എന്ന് പറയുന്നു. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 300 രൂപ വീതം സഹായധനം അനുവദിച്ചു. പ്രതിമാസം 9,000 രൂപ 6 മാസത്തേക്കാണ് അനുവദിച്ചത്. ഇത് പിന്നീട് 9 മാസത്തേക്കായി ദീർഘിപ്പിച്ചു. ഇതിനായി ആകെ ചെലവഴിച്ചത് 9,07,20,000 രൂപ. ആനുകൂല്യം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്ക് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 24 കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് യൂണിസെഫിന്റെ സഹായത്തോടെ മാതാപിതാക്കൾ 2 പേർ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട 17 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതവും വിതരണം ചെയ്തു. PM വാത്സല്യ പദ്ധതി പ്രകാരം 18 വയസ്സിനു മുതൽ 21 വയസ്സുവരെ പ്രതിമാസം 4,000 രൂപ വീതം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. വിവിധ CSR ഫണ്ടുകളിലൂടെ 3 ലക്ഷം രൂപ 24 കുട്ടികൾക്കും വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുകയാണ്. പല വെല്ലുവിളികളും നേരിട്ടാണ് അതിനാവശ്യമായ ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് മാതൃകാ ടൗൺഷിപ്പ് സജ്ജമാകുന്നത്. ടൗൺഷിപ്പ് പദ്ധതിയിൽ 410 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ, പൊതു കെട്ടിടങ്ങൾ, റോഡുകൾ, ജലവിതരണം, മലിനജല സംവിധാനങ്ങൾ, വൈദ്യുതി, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വികസനങ്ങളാണ് മുഖ്യമന്ത്രി അവിടെ ഉദ്ദേശിക്കുന്നത്. 2025 മെയ് 29 പ്രീ പ്രോജക്റ്റിന് ചെലവായതായി കണക്കാക്കിയിട്ടുള്ളത് 40,03,778 രൂപയാണ്. അത് കരാർ കമ്പനിയായ ഊരാലുങ്കലിന് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അനുവദിക്കാൻ ഉത്തരവായിരുന്നു. 2025 ജൂൺ 19, 20 തീയതികളിലായി ടൗൺഷിപ്പ് വീട് വേണ്ടെന്ന് ആവശ്യപ്പെട്ട 104 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം കൊടുത്തു. അങ്ങനെ വീണ്ടും 16,05,00,000 രൂപ അങ്ങനെ വിതരണം ചെയ്തു. പുനരധിവാസ പട്ടികയിൽ ആകെയുള്ള 402 ഗുണഭോക്താക്കളിൽ നിന്ന് 107 പേരാണ് വീടിന് പകരം 15 ലക്ഷം രൂപ മതി എന്ന് അറിയിച്ചത്. ഉരുൾപൊട്ടൽ പുനരധിവാസം സംബന്ധിച്ച് 2025 ജൂൺ 25 വരെ ആകെ വന്നത് 776,76,79,158 രൂപയാണ്. ഇതിൽ നിന്നും ആകെ 91,73,80,547 രൂപ ഇതുമായി വിവിധ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു. ഇതിൽ ദുരിതബാധിതർക്ക് ധനസഹായം അനുവദിച്ചതിന് 76,05,00,000 രൂപയും വീട്ടുവാടക ഇനത്തിൽ നേരത്തെ അനുവദിച്ച തുകയേക്കാൾ 50 ലക്ഷം രൂപയും കൂടുതൽ ചെലവായിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലിനും ടൗൺഷിപ്പ് പ്രോജക്റ്റിനും ടൗൺഷിപ്പ് പ്രീ പ്രോജക്റ്റും ചെലവുകളുടെ കണക്കുകൾ പ്രകാരം കോടികളാണ് സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഉപജീവന സഹായം, വാടക, ചികിത്സാ സഹായം, വിദ്യാഭ്യാസം, സമഗ്രമായ പുനരധിവാസം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അതിജീവിതർക്ക് കരുത്തേക്ക് സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്ന് അത്യുജ്വലമായാണ് അത്ര അവർ തിരികെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ സംഖ്യകൾ ഒന്നും തന്നെ നമുക്ക് വ്യക്തമാകുന്ന രീതിയിലല്ല. അതിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഉത്തരം VT ബൽറാം പറയുന്നുണ്ട്. അതും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ്. 780 കോടി രൂപ വയനാടിന് മാത്രമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വർഷത്തെ പലിശ തന്നെ കുറഞ്ഞത് 70 കോടി വരും. ഇതാണ് സർക്കാർ ഊരാളുങ്കൽ വഴി നൽകുന്ന വീട്. മന്ത്രി K. രാജൻ പറയുന്നതിനനുസരിച്ച് 30 ലക്ഷം രൂപയാണ് ചെലവായി നിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകുക. സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാരിന് 20 ലക്ഷം വീതം നൽകിയാൽ മതിയാവും. ബാക്കി 10 ലക്ഷം സൗജന്യ സാധന സാമഗ്രികളായും മറ്റ് സർക്കാർ കണ്ടെത്തി നൽകും. നാട്ടുനടപ്പ് അനുസരിച്ച് സാമാന്യം നല്ല രീതിയിൽ ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് 1,700-1,800 രൂപയ്ക്കാണ് കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നത്. കിച്ചണിലും മറ്റ് അടിസ്ഥാനപരമായ ഫർണിഷിങ്ങും പുട്ടി ഫിനിഷിംഗ് പോയിന്റ് ചെയ്യുന്നതിന് അടക്കമുള്ള റേറ്റ് ആണിത്. 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 17-18 ലക്ഷം രൂപ വന്നേക്കും.
കുറച്ചുകൂടി നന്നാക്കി ചെയ്താൽ 20 ലക്ഷം വരെ ആവാം. സർക്കാരിനും ഊരാളുങ്കലിനും ഇത് 30 ലക്ഷം ആവുന്നത് എങ്ങനെയെന്ന് അവർ തന്നെ ആധികാരികമായി വിശദീകരിക്കട്ടെ. 400 വീടിന് 20 ലക്ഷം വീതമാണെങ്കിൽ 80 കോടി രൂപ മതി. 100-ലേറെ ആളുകൾ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ വാങ്ങി ഒഴിവായിട്ടുണ്ട്. ബാക്കി 300ഓളം പേർക്ക് മാത്രമേ സർക്കാർ യഥാർത്ഥത്തിൽ വീടുണ്ടാക്കേണ്ടതുള്ളൂ. അതിന് മാക്സിമം 60 കോടി മതിയാകും. അതായത് ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്ന പണത്തിന്റെ പലിശ മാത്രം മതിയാകും ബാക്കിയുള്ള ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാൻ. അതെങ്കിലും എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് ബൽറാം പറയുന്നത്. അതായത് കണക്കുകൂട്ടലുകളൊന്നും അങ്ങ് ശരിയായിട്ടില്ല. സർക്കാരും മുഖ്യമന്ത്രിയും പറയുന്ന കണക്കുകളിൽ പ്രതിപക്ഷത്തിന് അത്ര വിശ്വാസവുമില്ല, ജനങ്ങൾക്കും വിശ്വാസമില്ല.